കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത്. അതിനൊരു ആൻസർ ആണ് ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ, മാർക്കറ്റിൽ ഒരു വിപണിയിൽ ഒരു കോയിൻ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് വളർന്ന് വലിയ സ്ഥാനത്തേക്ക് വരുന്നതെന്നും അവർ ഇപ്പൊ എങ്ങനെയാണ് പൊസിഷനുള്ളതെന്നും എന്ന് ഒരു എക്സാമ്പിൾ കൂടി ഒരു ഒരു ക്രിപ്റ്റോ ടോക്കൺ കാണിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ ആ സ്ക്രീനിലേക്ക് ജസ്റ്റ് ഒന്ന് പോയാണ്. നിങ്ങൾ കോയിൻജെക്കോ എന്ന് പറയുന്ന വെബ്സൈറ്റ്, അതായത് ലോകത്തിലെ നമ്പർ 1 ആയിട്ടുള്ള അനലൈസിങ് വെബ്സൈറ്റ്, ക്രിപ്റ്റോന്റെ 10-20,000 കോയിനുള്ള ഒരു സൈറ്റാണ്. അതിൽ 4ാമത്തെ കോയിനായിട്ടുള്ള ഒരു കോയിനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 4ാമത്തെ കോയിൻ, 1, 2, 3 കഴിഞ്ഞ് 4ാമത്തെ കോയിൻ XRP എന്ന് പറയുന്ന ഒരു കോയിനാണ്. XRP ആ കോയിനെ കുറിച്ച് നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്താണ്. കാരണം XRPയുടെ യഥാർത്ഥ പേര് റിപ്പിൾ എന്നാണ്. റിപ്പിൾ എന്ന് പറയുന്ന ഒരു ലോക പ്രശസ്ത കമ്പനിയാണ് XRPയെ ഓൺ ചെയ്യുന്നത്. അവരുടെ പേരന്റ് കമ്പനി, അവരുടെ പ്രധാന കമ്പനിയുടെ പേര് റിപ്പിൾ ലാബ്സ്. അവർക്ക് നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് ലോകവ്യാപകമായിട്ട്. അവർ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് അസറ്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ വലിയ വലിയ രാജ്യങ്ങളുടെ വലിയ വലിയ ഫിനാൻഷ്യൽ ഓർഗനൈസേഷന്റെ, ബാങ്കുകളുടെ, RBI പോലത്തെ വലിയ വലിയ ലോകത്തുള്ള സമ്പത്ത് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ അവരുടെ അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് റിപ്പിൾ ലാബ്സ്. നമ്മൾക്ക് ഇന്ത്യയിൽ അവർ ഒരു 150 വർഷം മുന്നേ ഇന്ത്യയിൽ അവർക്ക് ബിസിനസ് ഉണ്ട്. നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും റിപ്പിൾ ടീ, റിപ്പിൾ ചായ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് എൻ്റെ ഒരു ഊഹം വെച്ച് ഏകദേശം ഒരു 75,000 ഏക്കറോളം സ്ഥലം നമ്മളെ കേരളത്തിൽ മാത്രമുണ്ട്. മൂന്നാറ്, അതുപോലെ മേഘമലൈ, പിന്നെ നമ്മളെ വാൾപ്പാറ തുടങ്ങിയ സ്ഥലത്ത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 75,000 ഏക്കർ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ അതിന്റെ പേരുകളെല്ലാം പലതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ലിപ്ടൺ, അത് അവരുടെ ബ്രാൻഡാണ്. ഇങ്ങനെ നിരവധി ബ്രാൻഡുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പാരന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിപ്പിൾ ലാബ്സ് ആണ്, റിപ്പിൾ ടീ. ഞാൻ ഭാഗ്യവശാൽ വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവരുടെ മേഘമല, അവരുടെ പ്രധാന ഓഫീസ് വിസിറ്റ് ചെയ്യാനും അവിടെ ഒരു ദിവസം ക്യാമ്പ് ചെയ്യാനും അവിടുത്തെ അവരെ ബംഗ്ലാവിൽ താമസിക്കാനും ആ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഒരാൾക്ക് 8 ഏക്കറിൽ മുഴുവൻ സ്ഥലം വെക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. 10 ഏക്കർ ഉള്ള ആൾക്കാർ 2 ഏക്കർ പിന്നെ മിച്ചഭൂമി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ സമയത്ത് എങ്ങനെ 75,000 ഏക്കർ ഭൂമി സ്വന്തമായിട്ട് വെച്ചു കേരളത്തിൽ എന്നതിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ആൻസർ അന്ന് എനിക്ക് അവിടുന്ന് കിട്ടി. അവർ എങ്ങനെയാണ് ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്തുള്ള അസറ്റുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ രാജ്യത്തിന്റെ ആളുകളായിട്ട് എങ്ങനെ നിൽക്കുന്നത്, അതിന് ഒരുപാട് പഴുതുകൾ അവർക്കുണ്ട്. നമ്മളെ പോലത്തെ സാധാരണക്കാരൻ അന്ന് 20 ഏക്കർ 10 ഏക്കറുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ അവർ 8 ഏക്കർ കഴിഞ്ഞ് ബാക്കി ഭൂമിയൊക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അത്രയും ഓർഗനൈസ് ചെയ്യാൻ കഴിവുള്ള, കാലാകാലങ്ങൾ എത്രയോ ജനറേഷനായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് റിപ്പിൾ ലാബ്സ് എന്ന് പറയാനാണ്. അപ്പൊ ആ റിപ്പിൾ ലാബ്സിന്റെ ഒരു കറൻസിയാണ്, ടോക്കൺ ആണ്, അസറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടോക്കൺ ആണ് XRP. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ സാറേ? ഓക്കെ, ഇന്നത്തെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ ഇതിലൊന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കണം. കാരണം ഇന്നിപ്പോ ലൈവ് പ്രൈസ് ആണ് 211 രൂപ. 4ാമത്തെ കോയിനാണ് കേട്ടോ, 4ാമത്തെ റാങ്കിലുള്ള കോയിനാണ് XRP. വില 211.40 രൂപ. ഇപ്പൊ ലൈവ് ആണ്. ഇത് PVC മെറ്റായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആരാണ് ഇത് ഈ ഒരു അസറ്റ് അല്ലെങ്കിൽ ഈ XRP എന്ന് പറയുന്ന ടോക്കൺ ആരാണ് മാനേജ് ചെയ്യുന്നത്, ആരാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രാവശ്യം ഡോക്ടർ ഡാനിയൽ ജോൺസൺ ആയിട്ടുള്ള ബന്ധം നമ്മൾ ഒരു പ്രാവശ്യം എയോട് ചോദിച്ച ഒരു സ്ക്രീൻഷോട്ട് നമ്മൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഡോക്ടർ ഡാനിയൽ ജോൺസൺ ആണ് അഡ്വൈസറി ബോർഡ് മെമ്പർ കൂടിയാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു കോയിന്റെ റേറ്റും PVC മെറ്റ ഔദ്യോഗികമായിട്ട് ഡാനിയൽ ജോൺസൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പുറത്തുവിടുന്നത് അറിയിച്ചു കൊണ്ട് വന്ന ഒരു പ്രസ്ഥാനം.
മറ്റേതൊരു അഡ്വൈസറി ആണെങ്കിൽ ഞാൻ ഓണറാന്ന് പറഞ്ഞ് വന്ന PVC മെറ്റയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ടോട്ടൽ സപ്ലൈ അതിൽ ഞാൻ ഇൻഫോ അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇൻഫോ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും. ആദ്യം കാണിച്ചിരിക്കുന്ന മാർക്കറ്റ് ക്യാപ്പാണ്. രണ്ടാമത് കാണിച്ചിരിക്കുന്ന റൈറ്റ് സൈഡിലാണ് ടോട്ടൽ സപ്ലൈ. ശ്രദ്ധിക്കണം, ടോട്ടൽ സപ്ലൈ, ടോട്ടൽ ക്രിപ്റ്റോ കറൻസി ടോക്കൺ 100 ബില്യൺ. എത്രയാണ്? 100 ബില്യൺ എന്ന് വെച്ചാൽ 10,000 കോടി. ബില്യൺ കണക്കാക്കുമ്പോൾ ആളെണ്ണം കണക്കാക്കിയാൽ 10,000 കോടി ആളുകൾ ഒരു കോയിൻ വെച്ച് വാങ്ങിച്ചാലാണ് അത് ഫുൾ ആവുക, കംപ്ലീറ്റ് ആവുക. ഒന്നുകൂടി പറയാം, 10,000 കോടി ആളുകൾ ഒരു കറൻസി വീതം വാങ്ങിച്ചാലാണ് ഇതിന്റെ മുഴുവൻ സപ്ലൈയും തീരുക. എന്ന് വെച്ചാൽ ജനസംഖ്യ ആകെയുള്ള എത്രയാണ്? 800 കോടി ജനങ്ങളാണ് ലോകത്ത് മൊത്തം ഉള്ളത്. അപ്പൊ 800 കോടി ജനങ്ങളൊക്കെ ഇത് വാങ്ങിച്ചാലോ മിനിമം 12 നമ്പറുകൾ ഹോൾഡ് ചെയ്യണം. മിനിമം 12 XRP സൂക്ഷിച്ചാൽ മാത്രമേ ഇതിന് ഫുൾ സപ്ലൈ കഴിയുകയോ. 12ലധികം ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങിയാലാണ്, അതിൽ കൂടുതൽ നമ്പറുകൾ വാങ്ങിക്കുമ്പോഴാണ് അതിന് ഡിമാൻഡ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതെന്താണ്? ഒരു അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു ടോക്കൺ മാത്രമാണ്. കാരണം അവർ വലിയ രീതിയിൽ ഫ്ലക്ച്വേഷൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആളുകൾക്ക് വലിയ വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇടപാട് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ കുറേയും കൂടുതൽ ചെയ്താൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അവർ വില എപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ടോക്കണാണ് XRP. അപ്പൊ അതിന്റെ സപ്ലൈ 100 ബില്യൺ. PVC മെറ്റയുടെ സപ്ലൈയോ? PVC മെറ്റയുടെ സപ്ലൈ എത്രയാണ്? 1.5 ബില്യൺ. 1.5 ബില്യൺ, മറ്റത് 100 ബില്യൺ. വ്യത്യാസം എത്ര ശതമാനം? എത്ര ശതമാനം ഉണ്ട്? 66.66%. ഇരട്ടി. ശതമാനമല്ല, സോറി, ഇരട്ടി. അത്രയും ഇരട്ടിയാണ് സപ്ലൈ. നമുക്ക് എത്ര ആൾക്കാർ വാങ്ങിച്ചാൽ മതി? 150 കോടി ജനങ്ങൾ വാങ്ങിച്ചാൽ മതി. 135 കോടി ജനങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പൊ 130 കോടി ജനങ്ങൾ ഒന്ന് വാങ്ങിച്ചാൽ നമ്മളെ സപ്ലൈ കംപ്ലീറ്റ് ആവും. വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. നമ്മുടെ PVC മെറ്റയുടെ റേറ്റ് എത്രയാണ്? വളരെ ചെറിയ $1, വളരെ കുറച്ചാണ്. ഇന്നിപ്പം XRPയുടെ റേറ്റോ നമ്മൾ കണ്ടു, $213. അപ്പൊ 66 ഇരട്ടി ആയാൽ വേണം ടോട്ടൽ സപ്ലൈ, ടോട്ടൽ ക്രിപ്റ്റോ കറൻസി ടോക്കൺ 100 ബില്യൺ. എത്രയാണ്? 100 ബില്യൺ എന്ന് വെച്ചാൽ 10,000 കോടി. ബില്യൺ കണക്കാക്കുമ്പോൾ ആളെണ്ണം കണക്കാക്കിയാൽ 10,000 കോടി ആളുകൾ ഒരു കോയിൻ വെച്ച് വാങ്ങിച്ചാലാണ് അത് ഫുൾ ആവുക, കംപ്ലീറ്റ് ആവുക. ഒന്നുകൂടി പറയാം, 10,000 കോടി ആളുകൾ ഒരു കറൻസി വീതം വാങ്ങിച്ചാലാണ് ഇതിന്റെ മുഴുവൻ സപ്ലൈയും തീരുക. എന്ന് വെച്ചാൽ ജനസംഖ്യ ആകെയുള്ള എത്രയാണ്? 800 കോടി ജനങ്ങളാണ് ലോകത്ത് മൊത്തം ഉള്ളത്. അപ്പൊ 800 കോടി ജനങ്ങളൊക്കെ ഇത് വാങ്ങിച്ചാലോ മിനിമം 12 നമ്പറുകൾ ഹോൾഡ് ചെയ്യണം. മിനിമം 12 XRP സൂക്ഷിച്ചാൽ മാത്രമേ ഇതിന് ഫുൾ സപ്ലൈ കഴിയുകയോ. 12ലധികം ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങിയാലാണ്, അതിൽ കൂടുതൽ നമ്പറുകൾ വാങ്ങിക്കുമ്പോഴാണ് അതിന് ഡിമാൻഡ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതെന്താണ്? ഒരു അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു ടോക്കൺ മാത്രമാണ്. കാരണം അവർ വലിയ രീതിയിൽ ഫ്ലക്ച്വേഷൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആളുകൾക്ക് വലിയ വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇടപാട് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ കുറേയും കൂടുതൽ ചെയ്താൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അവർ വില എപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ടോക്കണാണ് XRP. അപ്പൊ അതിന്റെ സപ്ലൈ 100 ബില്യൺ. PVC മെറ്റയുടെ സപ്ലൈയോ? PVC മെറ്റയുടെ സപ്ലൈ എത്രയാണ്? 1.5 ബില്യൺ. 1.5 ബില്യൺ, മറ്റത് 100 ബില്യൺ.
വ്യത്യാസം എത്ര ശതമാനം? എത്ര ശതമാനം ഉണ്ട്? 66.66%. ഇരട്ടി. ശതമാനം, സോറി, ഇരട്ടി. അത്രയും ഇരട്ടിയാണ് സപ്ലൈ. നമുക്ക് എത്ര ആൾക്കാർ വാങ്ങിച്ചാൽ മതി? 150 കോടി ജനങ്ങൾ വാങ്ങിച്ചാൽ മതി. 135 കോടി ജനങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പൊ 130 കോടി ജനങ്ങൾ ഒന്ന് വാങ്ങിച്ചാൽ നമ്മുടെ സപ്ലൈ ഏകദേശം 90% കംപ്ലീറ്റ് ആവും. വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. നമ്മുടെ PVC മെറ്റൽ റേറ്റ് എത്രയാണ്? വളരെ ചെറിയ $1, വളരെ കുറച്ചാണ്. ഇന്നിപ്പം XRPയുടെ റേറ്റോ നമ്മൾ കണ്ടു, $213. അപ്പൊ 66 ഇരട്ടി ആയാൽ മാത്രമേ ഈ സപ്ലൈ ആയാൽ മാത്രമേ XRPയുടെ ലെവലിലേക്ക് എത്താൻ PVC മെറ്റക്കാവൂ എന്ന് പറഞ്ഞാൽ, അതായത് XRPയുടെ 66.66 ഇരട്ടി വില വന്നാൽ മാത്രമേ നമ്മൾ ഇന്ന് ഈ XRP എന്ന് പറയുന്ന കോയിന്റെ ലെവലിൽ എത്തും. അപ്പൊ അത് ക്ലിയർ ആയിട്ടൊന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അനുപാതം വെച്ച് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 100 ബില്യൺ 1.5 ബില്യൺ, ഒന്ന് 150 കോടി, മറ്റത് 10,000 കോടി. 150 കോടി 10,000 കോടി. 10,000 കോടിയിൽ എത്ര 150 ഉണ്ട്? അതാണ് ഞാൻ പറഞ്ഞ ഈ 66ന്റെ കണക്ക്. പോയിന്റിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് PVC മെറ്റയുടെ അനുപാതം നോക്കിയാൽ മിനിമം 14,000 ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കണം. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഈ അനുപാതം നോക്കിയാൽ ഇന്ന് 150 കോടിയുടെയും 10,000 കോടിയുടെയും XRPയുടെ ഇന്നത്തെ വിലയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ PVC മെറ്റയുടെ വില 14,000 രൂപയായിരിക്കണം. അവിടെയാണ്. മാത്രമല്ല, അവരുടെ സപ്ലൈ ഇന്നും പൂർണ്ണമല്ല. XRPയുടെ സർക്കുലേറ്റിംഗ് സപ്ലൈ വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ PVC മെറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ ടോട്ടൽ സപ്ലൈ ആണ് 1.5 ബില്യൺ എന്ന് പറയുന്ന 150 കോടി. സാധ്യതയുണ്ടോ? ഈ 14,000 എന്ന് പറയുന്ന റേറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? കാരണം 10-12 വർഷം മുമ്പേ തുടങ്ങിയ ഒരു അസറ്റ് ടോക്കണായിട്ട് വലിയ രീതിയിൽ ലിസ്റ്റ് ഒന്നും ചെയ്യാതെ, എക്സ്ചേഞ്ചിലേക്ക് വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാതെ വളരെ സ്വകാര്യമായി കൊണ്ട് നടന്ന ഒരു ടോക്കൺ, ഒരു ടെക്നോളജിയുടെ ബലമില്ലാത്തൊരു ടോക്കൺ ഇന്ന് 213 രൂപയായിട്ടുണ്ടെങ്കിൽ, ഇനി വരാൻ പോകുന്ന ലോകത്തിലെ സർവ്വ ടെക്നോളജിയും അതിനകത്ത് ഇൻബിൽറ്റിൽ ചെയ്തിരിക്കുന്ന അത് ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ക്രിപ്റ്റോ ടോക്കണ് ഈ പറഞ്ഞ വിലയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? നമ്മൾ എന്താ പറഞ്ഞത്? 1000 രൂപയെങ്കിലും മിനിമം വരുന്ന 14,000 ആവണം. പക്ഷെ നമ്മൾ സിസ്റ്റം പറയുന്നത് 1000 2 ഡിജിറ്റിലേക്ക് സിസ്റ്റം കൊണ്ടുവരുന്ന പറഞ്ഞത്. അപ്പോ തീർച്ചയായിട്ടും അത് കൊണ്ടുവരും. ഒരുപാട് സ്ട്രാറ്റജികൾ അവർ ചെയ്യും. മാത്രമല്ല, അനിൽകുമാർ ദാസ് സാറ് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ബേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നുണ്ട്. കാരണം എന്താ? ആദ്യം അവർ ബേൺ ചെയ്തിരിക്കുന്നത് ഒറ്റയടിക്ക് 10,004 ടോക്കൺ അല്ല. ആദ്യം വെറും ഒരു ടോക്കൺ ബേൺ ചെയ്തു. അതിനുശേഷം നിരീക്ഷിച്ചു. കാരണം എന്താ? ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കമ്പനികൾ തുടങ്ങിയിട്ടുള്ളതും ലോകത്തെ ഏറ്റവും കൂടുതൽ ഹാക്കേഴ്സും ഉള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഹാക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാം. ഇന്ന് AI ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഹാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സെക്യൂരിറ്റി ലെയർ ഇട്ടുകൊണ്ടിരിക്കാം. അപ്പൊ എല്ലാ സെക്യൂരിറ്റി ലെയർ ഇട്ടാൽ ഇവര് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. അതോടൊപ്പം ബേണിങ് നടത്തും. ആദ്യം 1 ബേൺ ചെയ്തു, പിന്നെ ഒറ്റയടിക്ക് 14 എണ്ണം ബേൺ ചെയ്തു, അതിനുശേഷം 1 ബേൺ ചെയ്തു, വീണ്ടും ഇന്നലെ 2 ടോക്കൺ ബേൺ ചെയ്തു. എന്താ ഈ 2 ചെയ്യേണ്ട ആവശ്യം? ഒരു മൈക്രോ ലെവലിൽ നടത്തുന്ന ബേണിങ്ങിലും എഫക്റ്റ് ആകുന്നുണ്ടോ, കുറച്ച് ബൾക്കായിട്ട് നടത്തുന്നതിലും എഫക്റ്റ് ആകുന്നുള്ള പരീക്ഷണമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വില
വലിയ രീതിയിലേക്ക് കുതിക്കുന്ന കാര്യത്തിൽ ആർക്കും ഡൗട്ട് ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ XRP എന്ന് പറയുന്ന ഈ ക്രിപ്റ്റോനെ മാത്രം നമ്മൾ ഇതിൽ മാത്രം ഒന്ന് സ്റ്റഡി ചെയ്താൽ 14,000 രൂപ മിനിമം വരണം. ഇപ്പോഴത്തെ ഇന്ന് PVC മറ്റൊക്കെ 14,000 രൂപ വേണം. അപ്പോ തീർച്ചയായിട്ടും 1000 നമുക്ക് പ്രതീക്ഷിക്കാം. എന്റെ കാൽക്കുലേഷൻ വരുന്ന സമീപ ഭാവിയിൽ ഒരു 3,000 രൂപയെങ്കിലും ആവുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതും എന്റെ പേഴ്സണൽ ഒപ്പീനിയന്. ഒരിക്കലും നിങ്ങൾ അത് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് എടുക്കണ്ട. നിങ്ങൾ ഒരു 1000 ഫിക്സ് ചെയ്യാം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. 1000 രൂപ എപ്പോഴാവും ചോദിച്ചാൽ ആൻസർ ഇല്ല. കാരണം സിസ്റ്റം അതിന്റെ രീതിയിൽ പോയി കഴിഞ്ഞാൽ 1000 അല്ല, 2000 അല്ല, 3000 അല്ല, അതിന് മുകളിലേക്ക് പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും PVC മെറ്റ നമ്മൾ രക്ഷിക്കാൻ വന്ന ടോക്കണാണ്, നമ്മളെ നശിപ്പിക്കാൻ വന്ന ടോക്കൺ അല്ലാന്ന് തിരിച്ചറിയുക. കഴിഞ്ഞ ഒരു വർഷം നമ്മളെ സംബന്ധിച്ച് ഇത്രയും മീറ്റിംഗ് 92 മീറ്റിംഗ് നടക്കുമ്പോൾ നിരവധി ആളുകൾ അവരുടെ സ്വപ്നങ്ങളും അവരുടെ പല പ്രോഗ്രാമുകളും പല കാര്യങ്ങളും അച്ചീവ് ചെയ്തുകൊണ്ട് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ഗ്രേറ്റ് ആയിട്ടുള്ള ടീമാണ് നമ്മളെ ശക്തി. നമ്മുടെ ഗ്രേറ്റ് ആയിട്ടുള്ള ടീം ലീഡേഴ്സ് ആണ് നമ്മളെ ശക്തി. ഒരു നിരവധി കാര്യങ്ങൾ നമ്മുടെ വ്യക്തികൾക്ക് വേണ്ടി, നമ്മുടെ ഗ്രൂപ്പിലെ പാർട്ട്നേഴ്സ് വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, പല മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിൽ വലിയ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട്. ചില സമയത്ത് രാത്രി ഉറക്കുണ്ടാവില്ല ലീഡേഴ്സിനെ സംബന്ധിച്ച്. കാരണം പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, വീണ്ടും അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതിനുവേണ്ടി പ്രസന്റേഷൻ ചെയ്യണം, അതിനുവേണ്ടി കൃത്യമായ മൊഡ്യൂൾ തയ്യാറാക്കണം. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ ഓരോരുത്തരും വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലീഡേഴ്സ് സദാ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിലെ ലീഡേഴ്സിനെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടു കൂടി പറയാം. ഞാൻ എൻ്റെ 59ാമത്തെ വയസ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിനകത്ത് ഇത്രയും ഞാൻ ലോകത്ത് ഓവർ ഇന്ത്യയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പല ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് നിരവധി ആളുകളുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധങ്ങളും ബിസിനസ് ബന്ധങ്ങളും ഞാൻ സൂക്ഷിക്കേണ്ടിരുന്ന ആളാണ്. പക്ഷെ ഞാൻ വളരെ പ്രൗഡായിട്ട് എന്ന് പറയാം, മെറ്റ ആർമി PVC മെറ്റ ഹോൾഡ് ചെയ്യുന്ന കേരളത്തിലെ ലീഡേഴ്സിനെ സമാനമായിട്ട് അവർ മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ഹെൽപ്പിംഗ് മൈൻഡ്. ഞാൻ മുമ്പേ ഉള്ള ബിസിനസ്സുകാരൊക്കെ അവരൊക്കെ സെൽഫിഷ് ആയിരുന്നു. അവരെ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള റിലേഷൻഷിപ്പിനാണെങ്കിൽ ഇവിടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ലീഡേഴ്സിന്റെ ഗ്രൂപ്പാണ് മെറ്റ ആർമി എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരും മുഴുകി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവൻ ലക്ഷ്യങ്ങളും നേടാൻ പ്രാപ്തിയുള്ള ഈ ബിസിനസ് നെഞ്ചോട് ചേർത്ത് PVC മെറ്റ മാത്രം പ്രൊമോട്ട് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് സഫലീകരിക്കാൻ പറ്റുന്ന, അത്ര എഫേർട്ട് ഇടുന്ന ആളെ സംഭവിച്ച് എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ബിസിനസ് അവസരമാണെന്ന് ഞാൻ മനസ്സിലാക്കി 6 വർഷം ഇതിനോടൊപ്പം സഞ്ചരിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്. എല്ലാവരും വിശ്വസിക്കുക, പ്രവർത്തിക്കുക, കൂടെ നിൽക്കുക, വിജയിക്കുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.